ഹലോ ഫ്രണ്ട്സ്, ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് എല്ലാവർക്കും പരിചയമായി ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കേക്കാണ് ബ്രൗണി. എല്ലാവരും ബ്രൗണി കഴിക്കാറുണ്ട്, പക്ഷെ ഞാനിന്ന് കാണിക്കുന്നത് ബ്രൗണിയോടുകൂടി വേറൊരു ഐറ്റം കൂടെ അതിലേക്ക് ആഡ് ചെയ്ത് നമ്മൾ കഴിക്കണം. അതാണ് ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത്. എല്ലാവരും ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ. ആദ്യം തന്നെ ഞാൻ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് മിക്സ് ചെയ്ത് വെക്കാൻ പോവാം കേട്ടോ. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കാൻ പോവാം. ആദ്യം തന്നെ ഇത് 2 കപ്പ് മൈദയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് ഞാനൊരു അരിപ്പയിലേക്ക് ഞാനത് ഇടുകയാണ് കേട്ടോ. 2 കപ്പ് മൈദ, അത് കഴിഞ്ഞ ശേഷം ഞാൻ കൊക്കോ പൗഡർ ഇല്ലേ, അത് ചോക്ലേറ്റ് ഫ്ലേവറിൻ്റെ കൊക്കോ പൗഡർ ഒരു 4 ടേബിൾ സ്പൂണാണ് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത്. ചോക്ലേറ്റ് കൊക്കോ പൗഡറാണ് കേട്ടോ. ഇത് ഞാനിപ്പോൾ ഇടുന്നത് 4 ടേബിൾ സ്പൂൺ. അത് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് പിന്നെ ഞാൻ കുറച്ച് റിച്ച് ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ നമ്മുടെ ഒരു കോഫി പൗഡർ ഇല്ല, അത് ഒരു 1 ടേബിൾ സ്പൂൺ അത് ഇടുകയാണ് അതിലേക്ക്. ഇതിന് പിന്നെ ബേക്കിംഗ് സോഡയുടെ ആവശ്യം നമുക്കില്ല കേട്ടോ. നമുക്ക് ബേക്കിംഗ് പൗഡർ മാത്രം മതി. അത് ഞാനിപ്പോൾ 1 ടീസ്പൂൺ മാത്രമേ ഞാനിപ്പോൾ ഇതിലേക്ക് ഇടുന്നുള്ളൂ. എന്നിട്ട് എല്ലാം കൂടെ നമുക്ക് മിക്സ് ചെയ്തെടുക്കണം. ഒരു 2 പ്രാവശ്യം ഞാനിത് അരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ കൂടെ ഞാൻ ഇച്ചിരി ഒരു ഉപ്പിടുകയാണ്, ഒരു 1/4 ടീസ്പൂൺ ഉപ്പ്. 1/4 ടീസ്പൂണേക്കാളും കുറവാണ്, കുറച്ച് ഉപ്പ് ടേസ്റ്റിന് വേണ്ടിയിട്ട് ഞാൻ ഇട്ടിട്ടുണ്ട്. ഇതെല്ലാം കൂടെ കൂടിയിട്ട് ഒരു 3 പ്രാവശ്യം കാപ്പിപ്പൊടിയും കൊക്കോ പൗഡർ, മൈദ, ബേക്കിംഗ് പൗഡർ എല്ലാം കൂടി ചേർന്ന് നന്നായി മിക്സ് ചെയ്ത് വരത്തക്ക വണ്ണം നല്ലോണം ഒരു 3 പ്രാവശ്യം അരിച്ച് അതെടുത്ത് വെക്കണം കേട്ടോ. ഇത് ഞാൻ കുറച്ച് വെറൈറ്റി ആയിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. ഇതേപോലെ ഞാൻ ഉണ്ടാക്കുന്ന പോലെ തന്നെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കും, നല്ല ടേസ്റ്റ് ആയിരിക്കും. എല്ലാവരും ഈ ചാനലൊന്ന് കണ്ടു കഴിഞ്ഞ ശേഷം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ എൻ്റെ ഈ വീഡിയോസ്. നന്നായി അത് മിക്സ് ചെയ്ത് ഒരു 3 പ്രാവശ്യം അരിച്ച് ഞാനവിടെ എടുത്ത് വെച്ചു കേട്ടോ. പിന്നെ ഞാനത് അൺസോൾട്ടഡ് ബട്ടറാണ് എടുത്തിരിക്കുന്നത്. അതൊരു 1/2 കപ്പ് വേണം കേട്ടോ നമുക്ക്. ഞാൻ പിന്നെ ഒരു വലിയ പീസിൽ നിന്ന് ഒരു 2 പീസ് അത് മുറിച്ച് അതെങ്ങനെയെങ്കിലും ഒരു നമ്മൾ മെഷർ ചെയ്ത് നോക്കുമ്പോൾ ഒരു 100 ഗ്രാം വരുന്നുണ്ട്, ഒരു 1/2 കപ്പ്. അത് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ പഞ്ചസാര നമുക്ക് 1.5 കപ്പ് വേണം കേട്ടോ. ഞാൻ 2 കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത്. അതിന് ഞാനിപ്പോൾ 1.5 കപ്പ് പഞ്ചസാര ഒരു മിക്സിയിലേക്ക് ഇട്ട് കഴിഞ്ഞ ശേഷം ഞാനത് പൊടിച്ചെടുക്കുകയാണ്. നമുക്ക് പഞ്ചസാര പൊടിച്ചിട്ട് അത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. പിന്നെ വേറൊരു പാത്രം എടുത്ത് വെച്ചിട്ട് ഞാൻ അതിലേക്ക് ഒരു 4 മുട്ട പൊട്ടിച്ചൊഴിക്കുകയാണ്. 2 കപ്പ് ഉള്ളതുകൊണ്ട് ഞാനൊരു 4 മുട്ടയാണ് ഞാൻ ഇതിലെടുക്കുന്നത്. ഇത് ഒരുവിധം കുറച്ച് നല്ല വലിയ മുട്ടയാണ് കേട്ടോ. അത് പൊട്ടിച്ച് ഞാൻ അതിലേക്ക് ഒഴിക്കുകയാണ്. ഞാൻ ബീറ്റർ വെച്ച് അടിച്ചില്ല, ഞാൻ വിസ്ക് വെച്ച് നല്ലോണം അത് ഈ 4 മുട്ടയും കൂടെ കൂടിയിട്ട് നന്നായിട്ട് ഞാനത് അടിച്ചെടുക്കുവാണ് കേട്ടോ, ബീറ്റർ വെച്ച് തന്നെ.
കുറച്ച് നേരം ഞാനതിട്ടങ്ങ് നല്ലോണം അടിച്ചെടുത്ത് പിന്നെ ഒരു ടീസ്പൂൺ വാനില എസൻസ് ആ മുട്ടയുടെ ഫ്ലേവർ ഒന്ന് മാറിക്കിട്ടാൻ വേണ്ടിയിട്ട് ഞാനതിലേക്ക് വാനില എസൻസ് ആഡ് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ ശേഷം നമ്മൾ നല്ലോണം അത് അടിച്ചെടുക്കണം കേട്ടോ. നമ്മൾ ബീറ്റർ ഉണ്ടെങ്കിൽ നമുക്കത് ബീറ്റർ വെച്ച് നല്ലോണം അത് അടിച്ചെടുക്കാം. പക്ഷേ ഞാൻ വിസ്ക് വെച്ചേ അടിച്ചുള്ളൂ. പിന്നെ ഞാനതിലേക്ക് പഞ്ചസാര, നമ്മൾ 1.5 കപ്പ് പഞ്ചസാര പൊടിച്ചു വെച്ചിരുന്നില്ലേ, ആ പഞ്ചസാര ഈ മുട്ടയുടെ കൂട്ടിലേക്ക് ഞാനത് ഇട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. നല്ലോണം അടിച്ചെടുക്കുകയാണ്. നല്ലോണം അടിച്ചെടുക്കണം. കുറച്ച് നേരം ആകും സമയം. ഞാൻ പിന്നെ ഈ വീഡിയോ നല്ലോണം സ്പീഡിൽ കാണിക്കുന്നതുകൊണ്ട് കുറച്ച് നേരം നല്ലോണം അടിച്ചെടുക്കുന്നുണ്ട്. കുറേശ്ശായിട്ട് ഒരു 3 പ്രാവശ്യം ഇട്ടിട്ട് മുട്ടയും പഞ്ചസാരയും കൂടെ ചേർത്ത് നല്ലോണം അലിഞ്ഞ് വരത്തേക്കണം. നല്ലോണം അടിച്ചെടുക്കണേ. ഞാനത് അടിച്ചെടുത്ത് അത് മാറ്റി വെച്ചു കേട്ടോ. പിന്നെ ഞാനത് നമ്മുടെ ഡാർക്ക് കോമ്പൗണ്ട് ഇല്ലേ, ചോക്ലേറ്റ് ഡാർക്ക് കോമ്പൗണ്ട്, അത് ഞാൻ ഒരു 200 ഗ്രാം എടുത്തിട്ട് ഞാനത് മൈക്രോവനിൽ വെച്ച് അത് മെൽറ്റ് ചെയ്തെടുത്തു ആദ്യം തന്നെ. പിന്നെ ഞാൻ നമ്മൾ ബട്ടർ എടുത്ത് വെച്ചിരുന്നില്ല അവിടെ, അത് ഞാനൊരു മൈക്രോവനിൽ വെച്ചിട്ട് ഞാനൊന്ന് മെൽറ്റ് ചെയ്തെടുത്ത് എന്നിട്ട് എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് അത് രണ്ടും ചേർന്ന് നന്നായി മിക്സ് ചെയ്ത് കഴിഞ്ഞ ശേഷം ഞാൻ ഈ മുട്ടയുടെ കൂട്ടിലേക്ക് ഞാൻ ഒഴിച്ചു. ആ വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് അങ്ങ് വിട്ടുപോയി. അതങ്ങ് ഈ ഫോൺ സ്വിച്ച് ഓഫ് ആയിപ്പോയതുകൊണ്ട് എനിക്ക് വീഡിയോ കിട്ടിയില്ല. അത് ഞാൻ ആ ചോക്ലേറ്റ് സിറപ്പും നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ചോക്ലേറ്റ് സിറപ്പ് അത് ഇതിലേക്ക് ഞാൻ എഗ് മിക്സറിലേക്ക് ഞാനത് ആഡ് ചെയ്തെടുത്ത് വെച്ചിരിക്കുകയാണ്. എല്ലാം കൂടെ കൂട്ടി നല്ലോണം യോജിപ്പിച്ച് നന്നായി ഇളക്കിയെടുക്കണം കേട്ടോ. എഗ്ഗിൻ്റെ കൂട്ടും ചോക്ലേറ്റ് നമ്മൾ അടിച്ചു വെച്ചിരുന്നില്ല അതും ബട്ടറും എല്ലാം ചേർത്ത് നന്നായിട്ട് അടിച്ചു കഴിഞ്ഞ ശേഷം ഞാൻ പിന്നെ നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് അത് അരിച്ച് മാറ്റി വെച്ചിരുന്നല്ലോ, അത് കുറേശ്ശെയായിട്ട് അതിലേക്ക് വെറ്റും ഡ്രൈയും കൂടെ കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ് ഞാൻ. അധികം ഇട്ട് ഇളക്കണ്ട. നമ്മൾ സാധാരണ നമ്മൾ കേക്കിനൊക്കെ ഇളക്കിയെടുക്കില്ല, അതേപോലെ നമുക്ക് മിക്സ് ചെയ്തെടുത്താൽ മതി, കുഴപ്പമൊന്നുമില്ല. നമ്മളിതിലേക്ക് സോഡ ആഡ് ചെയ്യില്ല കേട്ടോ, പൗഡർ മാത്രമേ ഞാൻ ആഡ് ചെയ്യുള്ളൂ. നല്ല തിക്ക് കൺസിസ്റ്റൻസിയാണ് ഇതിൽ വരിക. എന്നിട്ട് ഞാൻ ഇത് കണ്ടില്ല, അതിൻ്റെ ഒരു പരുവം കണ്ടില്ലേ, അതേപോലെ വേണം നമുക്ക് വരാൻ. റിബൺ പോലെ അതിലേക്ക് വീഴും. ഞാൻ ഒരു ട്രേ ഞാൻ ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, ബട്ടർ ഷീറ്റ് എല്ലാം ഇട്ട് കഴിഞ്ഞ ശേഷം അതിലേക്ക് ഞാൻ ഇത് ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞ ശേഷം നല്ലോണം സ്പ്രെഡ് ചെയ്ത് വിടുകയാണ്. പിന്നെ നല്ലോണം ടാപ്പ് ചെയ്യണം കേട്ടോ. അത് എയർ ബബിൾസ് എന്തെങ്കിലുമൊക്കെ അതിൻ്റെ അകത്തുണ്ടെങ്കിൽ അത് പോയി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം 2-3 പ്രാവശ്യം ഒന്ന് ടാപ്പ് ചെയ്ത് കഴിഞ്ഞ ശേഷം ഞാനത് ഓവൻ പ്രീ ഹീറ്റിൽ വെച്ചിട്ടുണ്ട്. ഒരു 10 നിമിഷം ഞാൻ പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഞാൻ പിന്നെ ഈ കേക്കിൻ്റെ മിക്സ് വെച്ചു. എന്നിട്ട് ഒരു 170 ഡിഗ്രി സെൽഷ്യസിലാണ് ഞാൻ വെച്ചിരിക്കുന്നത്. എന്നിട്ട് ഒരു 25 മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നല്ലോണം ബേക്കായി കിട്ടും നമുക്ക്. ഇത് ഈ സ്ക്വയർ ട്രേ കുറച്ച് വലുതായതുകൊണ്ടാണ് ഞാൻ ഇതിലേക്ക് മാറ്റിയത്. ഇത് 8 ഇഞ്ചിൻ്റെ ട്രേ ആട്ടോ. ഇത് നല്ലോണം 25 നിമിഷം കഴിഞ്ഞ ശേഷം ഞാനതൊന്ന് വെളിയിലെടുത്ത് വെച്ചു. ഒരു 4 hours കഴിഞ്ഞിട്ട് നല്ലോണം അത് ആറിക്കഴിഞ്ഞ ശേഷം ഞാനത് മുറിച്ച് നോക്കുകയാണ് എങ്ങനെയുണ്ടെന്ന് അറിയാനായിട്ട്. നല്ലോണം അത് വന്നിട്ടുണ്ട് കേട്ടോ. പുറമേ നോക്കിയാൽ നല്ല ബ്രൗണിയുടെ ആ ഒരു കളറും സ്ട്രക്ചറും അകത്ത് നല്ലോണം സോഫ്റ്റ് ആയിട്ടുള്ള നമ്മുടെ കേക്കുമാണ്. എക്സാക്ട്ലി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഈ ഒരു കേക്ക് ബ്രൗണി. എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കിക്കോളുക. ഇത് കണ്ടു കഴിഞ്ഞ ശേഷം എൻ്റെ ചാനലിനെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം മറ്റുള്ളവർക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ആ ബെൽ ബട്ടൺ ഒന്ന് അമർത്തണേ, ലൈക്ക് ബട്ടൺ. അതിൽ വെച്ച് കട്ട് ചെയ്ത് എടുക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ വേറൊരു ട്രേയിലേക്ക് മാറ്റുകയാണ്.
നമ്മുടെ സോഫ്റ്റ് ആൻഡ് ഡെലീഷ്യസ് ബ്രൗണി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് എടുത്തു കഴിഞ്ഞ ശേഷം ഒന്ന് മുറിച്ച് നോക്കാം. ഇതാ എൻ്റെ എല്ലാ പരുവം കണ്ടില്ലേ, എത്ര നന്നായിട്ടാണ് വന്നിരിക്കുന്നതെന്ന് നോക്കിയേ. എക്സാക്ട്ലി ആയിട്ട് വന്നിട്ടുണ്ട്. എനിക്ക് നല്ല ടേസ്റ്റ് വന്നിട്ട് ആ ചോക്ലേറ്റിൻ്റെ ഫ്ലേവർ നന്നായിട്ടുണ്ട്. നല്ല ടേസ്റ്റായിരുന്നു. ഞാനത് കഴിച്ചു നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ടുണ്ടായിരുന്നു. മുറിച്ചപ്പോൾ കണ്ടില്ലേ, നന്നായിട്ടുണ്ട്. ഇതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ. പിന്നെ ഞാനിത് ഒരു പാത്രത്തിലേക്ക് ഒരു പീസ് എടുത്ത് വെച്ചതിന് ശേഷം ഇതിലേക്ക് ഞാൻ വാനില ഐസ്ക്രീം ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഫ്രിഡ്ജിൽ. അത് ഒരു സ്കൂപ്പ് എടുത്തിട്ട് ഈ ബ്രൗണിയുടെ മേലേക്ക് വെച്ച് കഴിഞ്ഞ ശേഷം ബ്രൗണിയും വാനില ഐസ്ക്രീമും ചേർത്ത് കഴിച്ചു നോക്കുക. നല്ല ടേസ്റ്റ് ആയിരിക്കും.